Hi children. Yesterday we have done 7 questions in the question paper. I have given you the 8th question. Look the 8th question. The question reads like this. Find the shortest distance between the lines. R is equal to 3i plus 2j minus 4k plus lambda into I plus 2j plus 2k, and R is equal to 5i plus minus 2j plus 0k mu into 3i plus 2j plus 6k. Question number 2. ഇത് ക്വസ്റ്റ്യൻ എന്നിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുക. ഇഫ് ദേ ഇൻ്റർസെക്റ്റ്, ഇനി അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ദേ ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത് ഗിവൺ ഇക്വേഷൻസ് ഓഫ് ദ ഗിവൺ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും എഴുതണം. ഇക്വേഷൻസ് ഓഫ് ദി ഗിവൺ ലൈൻസ്. ആർ ഈസ് ഈക്വൽ ടു, സാധാരണ ഒരു വെക്ടർ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ എന്താണ്? ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് A1 പ്ലസ് ലാംഡ B1. അനദർ വൺ ആർ ഈസ് ഈക്വൽ ടു A2 പ്ലസ് ലാംഡ എഴുതല്ലേ മ്യൂ B2. അങ്ങനെ രണ്ട്. അപ്പോൾ ഇവിടുത്തെ കമ്പയർ ചെയ്തിട്ട് A1ഉം B1ഉം കണ്ടുപിടിക്കണം, A2ഉം B2ഉം കാണണം. അത് പോട്ടെ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് മെയിൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞുള്ള ഫോർമുല ഓർത്ത് വയ്ക്കണം. The shortest distance SD equal to A2 vector minus A1 vector. Vector A2 minus vector A1. Dot. ഇവിടെ ഡോട്ട് ഇടാതെ എഴുതല്ലേ. B1 ക്രോസ് B. ഇതൊരു വെക്ടർ, ഇത് വേറൊരു വെക്ടർ, ക്രോസ് ആണ്. അപ്പോൾ അതൊരു വെക്ടറാണ്, വെക്ടർ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ബൈ ഇതിൻ്റെ മോഡുലസ്. ഇത് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. The whole modulus, because sometimes this may be a negative quantity. Now to avoid negative quantity, take the whole modulus. ഇതാണ് ഫോർമുല. ഇറ്റ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും എഴുതിയിടുക ഇങ്ങനെ. അപ്പോൾ അതാണ്. അപ്പോൾ വി നീഡ് A1 A2 B1 B2. വെക്ടർ A1 വെക്ടർ A2 വെക്ടർ B1 വെക്ടർ B2. ഡോണ്ട് റൈറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ എഴുതല്ലേ, വെക്ടറാണത്, IJK വെച്ച് എഴുതില്ല. അപ്പോൾ A2 മൈനസ് A1. അപ്പോൾ ഫസ്റ്റിൽ എഴുതണം ഹിയർ A1 ഈസ് ദിസ് വൺ, B1 ഈസ് ദിസ് വൺ, A2 B2 ഇങ്ങനെ എഴുതണം. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് A2 മൈനസ് A1 എന്താണ്? ഇതിൽ നോക്കി തന്നെ എഴുതാം, ടൈം സേവ് ചെയ്യാൻ കഴിയും. 2i. പിന്നെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ മൈനസ് 4j. കെ ഇല്ല. അപ്പോൾ 0k മൈനസ് 4k സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് 4k. അവിടെയൊക്കെയാണ് തെറ്റാൻ സാധ്യതയുള്ളൂ. ഇവിടെ 0k ആണ്, അതിൽ നിന്ന് മൈനസ് 4k സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്ലസ് 4k ആവും. ഇനി B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് കാണാനായിട്ട് ഡിറ്റർമിനൻറ്റ് ഫസ്റ്റ് റോ IJK എഴുതും, സെക്കൻഡ് റോ B1ൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇതാണ് B1, അതിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റ് എഴുതണം. ഇവിടെ B2ൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റ്. അപ്പോൾ അതിനു മുമ്പേ ആദ്യം A1 B1 A2 B2 ഒക്കെ എഴുതണം. ഞാൻ അതൊന്നും എഴുതിയിട്ടില്ല. ഇനി B1 ക്രോസ് B2 എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് എഴുതുന്നത്? I ഇൻറ്റു, ഇത് എക്സ്പാൻഡ് ചെയ്തതാണ്, I ക്യാപ് ഇൻറ്റു ഇത് 12 മൈനസ് 4, അത് 8 ആണ്, മൈനസ് J ക്യാപ് ഇൻറ്റു ഡിലൈറ്റ് ദിസ് ആൻഡ് ദ സെക്കൻഡ് കോളം. അപ്പോൾ 6 മൈനസ് 6 0 കിട്ടും, പ്ലസ് K ഇൻറ്റു ഡിലൈറ്റ് ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം. അപ്പോൾ 2 മൈനസ് 6 മൈനസ് 4 കിട്ടും. അപ്പോൾ ദ ഇക്വേഷൻ വെക്ടർ B1 ക്രോസ് B2 ഈസ് 8i ക്യാപ് മൈനസ് 0j ക്യാപ്. അത് എഴുതിയില്ലെങ്കിലും ഒന്നുമില്ല, മൈനസ് 4k ക്യാപ്. ഇനി അതിൻ്റെ മോഡുലസ് കൂടെ വേണം, ഫോർമുലയിൽ അതുകൂടെ ഉണ്ട്. ഡിവൈഡഡ് ബൈ മോഡുലസ് B1 ക്രോസ് B2 ആണ്. അപ്പോൾ അത് കാണുന്ന റൂട്ട് ഓഫ് IJK ഉള്ള വെക്ടറിൻ്റെ മോഡുലസ് റൂട്ട് ഓഫ് 8ൻ്റെ സ്ക്വയർ 64 പ്ലസ് 0യുടെ സ്ക്വയർ 0 പ്ലസ് മൈനസ് 4ൻ്റെ സ്ക്വയർ 60, റൂട്ട് ഓഫ് 8 കിട്ടി. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല A2 മൈനസ് A1 ഡോട്ട്, അത് മറന്നുപോയില്ല, ഡോട്ടാണ്. രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ്.
ദ ഹോൾ മോഡുലസ്. ഇനി അതിൻ്റെ വാല്യൂ അത് അവസാനത്തെ A2 മൈനസ് A1 വരാം. അതായത് ഇതൊന്നും 2i ക്യാപ് മൈനസ് 4j ക്യാപ് പ്ലസ് 4k ക്യാപ് ഡോട്ട് B1 ക്രോസ് B2 ഇതാണ് 8i ക്യാപ് മൈനസ് 0j ക്യാപ് മൈനസ് 4k ക്യാപ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 80. ഇതിൻ്റെ വില റൂട്ട് ഓഫ് 80. ഇനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ എന്താ ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ 16, ഇത് 0, ഇത് മൈനസ് 16 മോഡുലസ് ബൈ റൂട്ട് ഓഫ് 80. 16 മൈനസ് 60 0 ആണ്. 16 0 ബൈ റൂട്ട് ഓഫ് 80 0 കിട്ടി. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഈ 0 മീൻസ് ദേ ഇൻ്റർസെക്റ്റ്. അപ്പോൾ ഇൻ്റർസെക്റ്റ് therefore 1 and 2 intersect 0 ആയിട്ടാണ്. ഇനി എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ yesterday we have done this type of question. Find the point of intersection of two lines. അതിന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെ കാർട്ടീഷ്യൻ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ എഴുതിയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇത് അപ്പുറത്ത് മുമ്പ് 3/1 ഈസ് ഈക്വൽ ടു y മൈനസ് ഇത് അപ്പുറത്ത് മുമ്പ് 2/2 ഈക്വൽ ടു z മൈനസ് -4 അപ്പോൾ +4/2 ഈച്ച് ഈസ് ഈക്വൽ ടു ലാംഡ. അടുത്തത് x മൈനസ് 5 ഇത് /3 ഈക്വൽ ടു y പ്ലസ് 2/2 ഈസ് ഈക്വൽ ടു z മൈനസ് 0 k ഇല്ല /6 ഈച്ച് ഈസ് ഈക്വൽ ടു mu. Any point on 1 can be written as x is equal to lambda plus 3, y is equal to 2 lambda plus 2, z is equal to 2 lambda minus 4. And any point on 2 means ഇതാണ് 2, ഇതിന് പകരം എഴുതാം. On 2 can be written as x is equal to 3 mu plus 5, y is equal to 2 mu minus 2, z is equal to 6 mu plus 0. ഇനി നോക്കൂ, ഈ രണ്ട് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യണം ഈ പോയിന്റ്. ആ പോയിന്റിൽ രണ്ട് എക്സുകളും ഈക്വൽ ആയിരിക്കും. ഇത് ഈക്വൽ ആയിരിക്കും. അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ lambda plus 3 equal to 3 mu plus 5. That is lambda minus 3 mu is equal to ഇത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 5 minus 3 2. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഒയ്കൾ രണ്ടും 2 lambda plus 2 equal to 2 mu minus 2, which implies 2 lambda minus 2 mu equal to ഇത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -4. That is 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. lambda minus mu is equal to -2. അതിന് ഇക്വേഷൻ നമ്പർ 4. 3 minus 4, 3 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യും. 3 minus 4 എന്ത് കിട്ടുമെന്ന് നോക്കിയാണ്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് 0 കിട്ടും. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -2 mu കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആവും, ഇത് -3 mu. അപ്പോൾ -2 mu ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് +2 ആവും. അപ്പോൾ 4. That is mu is equal to 4/-2 equal to -2. അപ്പോൾ മ്യൂവിൻ്റെ വില കിട്ടി. ഈ മ്യൂവിൻ്റെ വില എടുത്ത് 4ൽ ഇടുക. 4 gives lambda minus mu -2 അപ്പോൾ +2 equal to -2, which implies lambda is equal to -4, isn't it? ഇനി നമുക്ക്
ആ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റ് ഇനി ഈ ലാംഡയുടെയും മ്യൂവിൻ്റെയും വില എടുത്ത് ലാസ്റ്റിൽ ഒന്ന് ഇത് ഈക്വൽ കിട്ടുന്നതെന്ന് നോക്കണം. ഇത് ഇസഡ് കോർഡിനേറ്റ് എന്ത് കിട്ടുമെന്ന് നോക്കും. മ്യൂവിന് പകരം 2 ഇട്ട് നോക്കിയാണ് -2 ഇടുമ്പോൾ -12 കിട്ടും. ഇവിടെ ഇസഡിൻ്റെ വാല്യൂ ലാംഡയ്ക്ക് വരെ -4 ഇട്ടാൽ -8 -4 -12 കിട്ടും. Therefore, the point of intersection അതിൽ ലാംഡയോ മ്യൂ ഇട്ട് കോർഡിനേറ്റ്സ് തരുന്നത്. എക്സ് കോർഡിനേറ്റ് ലാംഡ +3, അപ്പോൾ ലാംഡ 3 -4 + 3 -4 + 3 കോമ വൈ കോർഡിനേറ്റ് 2 × ലാംഡ -4 + 2 കോമ ഇസഡ് കോർഡിനേറ്റ് എന്താണ്? 2 × -4 that is equal to -1. ഇത് -8 + 2 -6. ഇത് -8 -4 -12. മ്യൂ ഇട്ടാലും ഇത് തന്നെ കിട്ടും. ഇതാണ് ആ രണ്ട് ലൈൻ കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. പൊസിഷൻ വെക്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ -i -6j -12. ഓക്കെ, ഇതൊരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്.